വിഖ്യാത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലാണ് അന്ത്യം. 88 വയസ്സായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയ അപൂർവ ഗായികയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വലിയൊരു തീരാനഷ്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഗായിക എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു. പിന്നണി ഗായികയാണ്. മൈസൂരുവിൽ വെച്ചായിരുന്നു അന്ത്യമുണ്ടായത്. 88 വയസ്സായിരുന്നു പ്രായം. നിരവധി ഭാഷകളിലായ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജാനകിയമ്മ വിടവാങ്ങിയിരിക്കുന്നത്. 40,000-ലേറെ പാട്ടുകളാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ നൽകിയ ശേഷമാണ് ജാനകിയമ്മ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഏറെ ദുഃഖപൂർവമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചതും സ്വാധീനമുള്ളതുമായ ഒരു ഗായിക കൂടിയാണ് ജാനകിയമ്മ. വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേരള സംസ്ഥാന അവാർഡുകൾ 14 തവണ നേടിയിരിക്കുകയാണ് ജാനകിയമ്മ. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ചേർന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും വലിയൊരു തീരാ നഷ്ടം ജാനകിയമ്മയുടെ വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നു. നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ഗായികയാണ്, പ്രശസ്ത വിഖ്യാത ഗായിക. എങ്ങനെയായിരുന്നു അന്ത്യം? ചികിത്സയിൽ ഇരിക്കലായിരുന്നു അന്ത്യമുണ്ടായത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖം നിറഞ്ഞൊരു വാർത്തയാണ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നത്. എസ് ജാനകി അന്തരിച്ചിരിക്കുകയാണ്. തൻ്റെ ശബ്ദത്തിലെ വ്യത്യസ്തത കൊണ്ടും അവരുടെ പ്രത്യേക ശൈലി കൊണ്ടും മലയാളികൾക്കിടയിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു ഗായികയായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ ജാനകിയുടെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ ആ ദിവസം കടന്നു പോകാത്തൊരു അവസ്ഥയാണ്. ആ ഗായികയാണ് അല്പസമയം മുൻപ് മരണപ്പെട്ടിരിക്കുന്നത്. മൈസൂരുവിൽ ജാനകി അമ്മയുടെ സ്വന്തം വസതിയിലാണ് മരണം. കുറച്ച് 3-4 വർഷങ്ങളായി തന്നെ വിശ്രമ ജീവിതം നയിക്കുകയാണ് ജാനകി അമ്മ. അതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് ഇന്ന് സ്വവസതിയിൽ തന്നെ അന്തരിച്ചിരിക്കുന്നത്. 48,000-ലധികം ഗാനങ്ങളാണ് ജാനകിയമ്മ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഈ സംഗീത ജീവിതത്തിൽ പാടിയിട്ടുള്ളത്. വിദേശ ഭാഷകളിലടക്കം ഈ ഗായിക പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ആദ്യ ഗാനം തന്നെ തമിഴിലാണ് പാടുന്നത്. ആ ഗാനത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. ആദ്യം തമിഴിൽ പാടിയ ആ ഗാനം 6 ഭാഷകളിലേക്കാണ് ഈ മാറ്റി റെക്കോർഡ് ചെയ്ത് ഈ ഗായിക തന്നെ ജാനകി തന്നെ പാടി അവതരിപ്പിച്ചത്. അങ്ങനെ മലയാളികൾക്കെല്ലാം സുപരിചിതമായ, അതോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും മൂളാൻ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഗാനത്തിനുടമയാണ്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ആ ജാനകിയുടെ ശബ്ദം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒരു വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു ശബ്ദത്തിനുടമ കൂടിയാണ് ജാനകി. 4 ദേശീയ പുരസ്കാരങ്ങളും ഈ ജാനകിയമ്മയെ തേടി വന്നിട്ടുണ്ട്. 33 ഈ പുരസ്കാരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 33 പുരസ്കാരങ്ങളും ഈ ജാനകിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു ദിനം തന്നെയാണ് ഇത്. ജാനകിയമ്മയുടെ മകൻ കുറച്ച് നാളുകൾ മുൻപായിരുന്നു മരണപ്പെട്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ജാനകിയമ്മയും നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപും നമുക്കറിയാം, പല പുരസ്കാരങ്ങളെല്ലാം തേടി വരുമ്പോൾ മലയാളികളെ സ്നേഹിക്കുന്ന, മലയാളികൾക്ക് വേണ്ടി മികച്ച ഗാനങ്ങൾ നൽകിയ ഒരു ഗായിക കൂടിയാണ് ജാനകിയമ്മ. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗൂഡല്ലൂർ ജില്ലയിൽ ജാനകിയമ്മ ജനിച്ചത്. 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ഉള്ള തൻ്റെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. പിന്നീട് 10-ാം വയസ്സിലേക്ക് തിരികെ എത്താം. നമുക്കൊപ്പം ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനുമായ ബൈജു ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ ബൈജു ചന്ദ്രൻ, വലിയൊരു നഷ്ടമാണ്. വിഖ്യാത ഗായിക ജാനകിയമ്മ വിടവാങ്ങിയിരിക്കുന്നു. ഈ ഒരു വിയോഗത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?